എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കുംബർ സാലഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സമ്മർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാലഡാണ്. കുക്കുംബറിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സിങ്ങും ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. സമ്മർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിളാണ് കുക്കുംബർ. അപ്പോൾ നമ്മൾ ഈ കുക്കുംബർ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി സാലഡാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. കുക്കുംബർ ഒന്ന് കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം വൈറ്റ് വിനീഗർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 കുക്കുംബറാണ് ഈ സാലഡ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയൊന്ന് കഴുകാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു പച്ചമുളകാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ സവാളയും ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും സാലഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിംഗ് ഒന്ന് തയ്യാറാക്കാം. ഡ്രസ്സിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീക്ക് യോഗട്ടാണ് ചേർക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്രഷ്ഡ് ചില്ലിയാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ്. 1-1.5 ടേബിൾ സ്പൂണോ ചേർക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ലൈം ജ്യൂസ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഹണിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഹണിയൊക്കെ കുറച്ച് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടു കൂടി തന്നെ ഈ സാലഡ് കഴിക്കുന്നതാണ്. അങ്ങനെ എരിവും പുളിയും മധുരവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഡ്രസ്സിംഗ് ആണിത്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓരോ സാലഡിനെയും വ്യത്യസ്തമാക്കുന്ന അതിൽ ചേർക്കുന്ന ഒരു ഡ്രസ്സിംഗ് ആണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ് നൽകുന്നത്. ഇനി ഈ ഡ്രസ്സിങ്ങിലേക്ക് ഒരു വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. കൂടുതൽ ചേർക്കേണ്ട, ഒരു വെളുത്തുള്ളി ചേർത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയൊന്ന് ചോപ്പ് ചെയ്ത് ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും നമുക്ക് ഡ്രസ്സിങ്ങിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഡ്രസ്സിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കുക്കുംബറിൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഈ കുക്കുംബർ കട്ട് ചെയ്യേണ്ടത് പീലർ വെച്ചിട്ടാണ്. റിബൺ രീതിയിലാണ് നമ്മൾ ഈ ഒരു കുക്കുംബർ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. സ്കിന്നോട് കൂടി തന്നെയാണ് നമ്മളിതെടുക്കുന്നത്. നല്ല തിന്നായിട്ട് തന്നെ നമുക്കിതുപോലെ കിട്ടുന്നതാണ്. 2 കുക്കുംബറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ കുക്കുംബറും പീൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ക്യാരറ്റാണ് എടുക്കേണ്ടത്. ക്യാരറ്റിൻ്റെ 2 വശം ഒന്ന് കട്ട് ചെയ്ത ശേഷം ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കളയാം. അങ്ങനത്തെ സ്കിന്നെല്ലാം പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പീൽ ചെയ്തിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ഈ റിബൺ രീതിയിൽ തന്നെയാണ് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനത്തെ ക്യാരറ്റ് നമ്മൾ റിബൺ പോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു പച്ചമുളക് നമുക്ക് ഇതുപോലെ തന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സവാളയും നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്.
ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർക്കുന്നത്. എല്ലാം നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ക്യാപ്സിക്കം ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ കളർ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് സ്വീറ്റ് കോണും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ബൗളിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം വെജിറ്റബിൾസിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സാലഡ് ഡ്രസ്സിങ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സാലഡ് ഡ്രസ്സിങ് ആണ് ചേർക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാലഡ് സമ്മർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ സാലഡൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അങ്ങനെ എന്തെങ്കിലും സാലഡൊക്കെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് അല്പം കൊറിയാണ്ടർ ലീവ്സ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യുന്നത് കുറച്ചുകൂടി കളഞ്ഞിട്ടുള്ള പീനട്ടാണ്. അത് നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈ കുക്കുംബർ സാലഡ് നമ്മൾ ഡ്രസ്സിംഗ് ആയിട്ട് മിക്സ് ചെയ്യുന്നത് സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്താൽ മതി. കാരണം കുക്കുംബറിൽ നിന്നൊക്കെ ധാരാളം വെള്ളം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കുക്കുംബർ സാലഡ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.